പൂരം നന്നാവും, വെടിക്കെട്ടും ഗംഭീരമാവും. തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താമെന്ന നിയമോപദേശം ലഭിച്ചതായി മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. അഡ്വക്കേറ്റ് ജനറലാണ് നിയമോപദേശം നൽകിയത്. ഈ ഭേദഗതിയിൽ ഇനി മാറ്റം വരുത്തിയിട്ട് തൃശൂർ പൂരത്തിൻ്റെ സാധാരണ വിധത്തിലുള്ള ഒരു വെടിക്കെട്ട് നടത്താൻ പറ്റാനുള്ള സാഹചര്യം വളരെ വളരെ കുറഞ്ഞു വരികയാണ്. എന്ന് മാത്രമല്ല, പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് AGയിൽ നിന്ന് ലഭിച്ച ഉപദേശമനുസരിച്ച് സുരക്ഷ കണക്കിലെടുത്താണെങ്കിൽ മാഗസിൻ എംപ്റ്റിയാക്കി ഇടാമെന്നുള്ള ഉറപ്പ് മേടിച്ചുകൊണ്ട് നമുക്ക് മാഗസിൻ കൊണ്ടുവരാം എന്ന ഉറപ്പ് മേടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടർക്ക്, അതായത് ഇതിൻ്റെ കൺട്രോളർ എന്ന നിലയിൽ സാഹചര്യമുണ്ട് എന്ന് നേരത്തെയുള്ള വിധിയിൽ കോടതി ചൂണ്ടിക്കാണിച്ചതുകൂടി പരിഗണിച്ചുകൊണ്ട് സാധാരണത്തതുപോലെ വെടിക്കെട്ട് നടത്താൻ ആകും എന്നൊരു ധാരണയിലേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് വേല ആഘോഷങ്ങൾക്ക് വെടിക്കെട്ട് നടത്താമെന്ന് ഹൈക്കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ഇത് പൂരം വെടിക്കെട്ടിനും ബാധകമാണെന്നാണ് നിയമോപദേശം. കേന്ദ്ര ഏജൻസിയായ പെസോയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാകും കളക്ടർ അനുമതി നൽകുകയെന്നും കെ രാജൻ പറഞ്ഞു. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന മാഗസിൻ കാലിയാക്കുമെന്ന് ദേവസ്വങ്ങൾ സത്യവാങ്മൂലം നൽകിയതോടെയാണ് വേല വെടിക്കെട്ടിന് ദേവസ്വങ്ങൾക്ക് നേരത്തെ അനുമതി ലഭിച്ചത്. വെടിക്കെട്ട് പുരയും ഫയർലൈനും തമ്മിൽ 200 മീറ്റർ അകലമാണ് കേന്ദ്ര നിയമം. വെടിക്കെട്ട് പുര കാലിയാണെങ്കിൽ 200 മീറ്റർ പാലിക്കേണ്ടി വരില്ല. വേലയ്ക്ക് 500 കിലോ വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിക്കുന്നത്. പൂരത്തിന് 2000 കിലോ വീതം വെടിക്കെട്ട് സാമഗ്രികളാണ് പൊട്ടിക്കേണ്ടത്.